വിവാദമായി കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈ ബോച്ചെ വിഷയം. അപ്പം അതിനെന്താണ് റോബിന്റെ നിലപാടെന്ന് ഞാൻ പറയില്ല, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരേണ്ട ആവശ്യമുണ്ട്. കാരണം ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് പലർക്കും എന്തും അറിയാത്ത ഒരു കാര്യമില്ല. സോ അത് നമ്മൾ ഗവൺമെൻറ് തന്നെ ഇടപെട്ടിട്ട് അതിനുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണം. കാരണം ഈ പറഞ്ഞ ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഇതേപോലെ ആധാർ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്യിപ്പിച്ച് അതാകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ഇവർക്കൊരു പേടിയാണ് പിടിക്കുന്നത് അല്ലേ. സോ അത് റെസ്ട്രിക്ഷൻ കൊണ്ടുവരണം. പിന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലുപ്പം ചെറുപ്പം ഇല്ലാത്ത രീതിയിൽ എല്ലാവരെയും ശിക്ഷപ്പെടണം. അതാരാണെങ്കിലും ഞാനാണെങ്കിലും. ഇപ്പോൾ താങ്കൾ ഒരുപാട് അധിക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ അക്കൗണ്ടുകൾ ടൈക്കൗണ്ട് ചെയ്യുന്നൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. അത്രേ ഉള്ളൂ. അതൊക്കെ ഇൻസൾട്ടൊക്കെ ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഇതേപോലെ കേൾക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ തിരുത്തി മുന്നോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ബെറ്റർ വെർഷൻ കൊണ്ടുവരാൻ മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അതിന് ഓരോ ദിവസവും ട്രൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ന്യൂസ് സ്റ്റാറിൽ 2 ദിവസമായി ചർച്ച ആവുന്നത് ഇപ്പോൾ ബോച്ചയുടെ ഇഷ്യൂ ആണ്. അതിലെന്താണ് നിലപാട്? ഓൾറെഡി പറഞ്ഞല്ലോ. എന്ന് വെച്ചാൽ ഈ ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ആർക്കും എന്തും പറയാനുള്ള ഒരു കാര്യമൊന്നും ഇവിടെ ഇല്ല. അതിന് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരണം. ഒബ്വിയസ്ലി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിപ്പം ചെറുപ്പം ഇല്ലാതെ എന്ത് ചെയ്യണം, ശിക്ഷക്കെടുക്കണം. സോ സൈബർ ലോകത്ത് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരണം. അതെന്തായാലും വേണം. അതെ, ബോച്ചയെ എതിർക്കുന്നതോടൊപ്പം ഹണി റോസിന്റെ വസ്ത്രധാരണ രീതി വളരെ മോശമാണെന്ന രീതിയിൽ പറയുന്നത്. ഉദ്ഘാടനത്തിന് വേണ്ടി അങ്ങനെ രീതിയിൽ റിപ്പീറ്റ് ആയിട്ട് ഉദ്ഘാടനം കിട്ടുന്നത്. ബ്രോന് ഇഷ്ടമുള്ള വസ്ത്രമല്ലേ ബ്രോ ഇട്ടേക്കുന്നത്? ആണല്ലോ അല്ലേ? അതെ, ബ്രോന് ഇഷ്ടമുള്ള വസ്ത്രമല്ലേ ഇട്ടേക്കുന്നത്? അതിപ്പം അതിലൊരു തെറ്റില്ല. ഓരോരുത്തർക്ക് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. മനസ്സിലായില്ലേ? പിന്നെ അവരെ ഉദ്ഘാടനത്തിനല്ലേ വിളിക്കുന്നത്. മനസ്സിലായില്ലേ? പ്രൊമോഷനാണ് വിളിക്കുന്നത്. അതിലൊന്നും എനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. അത് നമ്മൾ കാണുന്ന കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. എനിക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടോ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. അത് ഒരാളുടെ ഇഷ്ടമാണ് അയാൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത്. അത് തെറ്റായിട്ടുള്ള രീതിയിൽ കാഴ്ചപ്പാടി കാണുന്ന ആൾക്കാർക്ക് അത് തെറ്റായിരിക്കും. അവരെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അത് കേരളത്തിലായതുകൊണ്ടാണോ ഇങ്ങനെയെന്ന് വിചാരിക്കുന്നുണ്ടോ? അത് കേരളത്തിൽ ഉണ്ട്. എനിക്ക് കേരളത്തിലെ കാര്യമല്ലേ അറിയത്തുള്ളൂ, മറ്റുള്ള സ്ഥലങ്ങളെ അറിയത്തില്ല. കേരളത്തിൽ അതുണ്ട്. പക്ഷേ അത് ഒരാൾ എന്ത് വസ്ത്രം ധരിക്കുന്നു എന്നുള്ളത് അയാളുടെ ഇഷ്ടമാണ്. അത് കാണുന്ന ആളുടെ വ്യക്തിയുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും അത് ജഡ്ജ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഹണി റോസിനെ ഇതിൽ രാഹുൽ ഈശ്വറും പിന്നെ അതുപോലെ തന്നെ ഫെറ ഷിബില എന്ന് പറഞ്ഞ ഒരു നടി ഉന്നയിക്കണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യം എടുത്തുകൊണ്ടാണ് ജീവിക്കുന്നത്, യൂസ് ചെയ്തത് അങ്ങനെയുള്ള, അതുകൊണ്ടാണ് ഉദ്ഘാടനങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കിട്ടുന്നത് എന്നിട്ട് ഒരു വിമർശനം വന്നിട്ടുണ്ട്. അതിനോട് എന്താണ് പറയാനുള്ളത്? അതിപ്പം രാഹുൽ ഈശ്വറിന്റെ അടുത്തല്ലേ ചോദിക്കേണ്ടത്. എനിക്കതിനെ പറ്റി വലിയ അഭിപ്രായമില്ല. അല്ല, അങ്ങനെയാണോ അതായത് കേരളത്തിൽ അങ്ങനെ യൂസ് ചെയ്യുന്നു വിചാരിക്കുന്നുണ്ടോ ബ്രോ? അങ്ങനെ കാഴ്ചപ്പാടിൽ ഒരാളുടെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് എന്തിനാ? പ്രൊമോഷൻ വർക്കിന്. അയാളെ കാണാനും അത് ഭംഗിയായിരിക്കാം, ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം, പേഴ്സണാലിറ്റി ആയിരിക്കാം, എന്തുവാണ് അവരുടെ റീച്ച് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഒരാളുടെ ഇനോഗ്രേഷൻ വിളിക്കുന്നത്. അതിപ്പോൾ ഇനോഗ്രേഷൻ വിളിക്കുന്ന ആള് അവരുടെ ഇതെല്ലാം കണ്ടു വിളിക്കുന്നു. അത് കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നു. ആ കാണുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. സൗന്ദര്യം ആസ്വദിക്കാനുള്ളതാണ്, ആസ്വദിക്കുക. പക്ഷേ ഇതുപോലത്തെ കാര്യങ്ങൾ വന്ന് പബ്ലിക്കിൽ പറയുമ്പോൾ എന്ത് സൗന്ദര്യം ഉണ്ടെങ്കിലും അത് ആസ്വദിക്കുക. നമ്മുടെ മൈൻഡിൽ എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻ വെക്കുക. മനസ്സിലായില്ലേ? ഒരു ബൗണ്ടറി വെക്കുക. ഇതിനപ്പുറത്തേക്ക് കടക്കാനായിട്ട് ഒരാളുടെ പേഴ്സണൽ സ്പേസിലോ ഒരാളുടെ ഒരു കാര്യത്തിലും നമുക്ക് കടക്കാനുള്ള ഒരു അധികാരം നമുക്ക് ഒരു മനുഷ്യർക്കും ഇല്ല. അത് ആ ലിമിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? അതിനാണല്ലോ നമ്മളെല്ലാം ഒരു സോഷ്യൽ ബീയിങ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അത്രേ ഉള്ളൂ. ഈ ബോബി ചെമ്മണ്ണൂരിന്റെ നാക്കിന്റെ നീളം കുറച്ച് കൂടുതലാണ്. ചില സ്ഥലത്തൊക്കെ തെറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം പുള്ളിക്കാരൻ അനാവശ്യമായിട്ട് പല രീതിയിലും സംസാരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ആലോചിച്ച് ഈ മനുഷ്യന് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, നല്ല ക്വാളിറ്റീസ് ഉണ്ട്. എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തിനെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പുള്ളിക്കാരൻ അത് കൺട്രോൾ ചെയ്യില്ലെന്ന് എനിക്കറിയത്തില്ല. കാരണം എൻ്റെ ആരും അല്ല പുള്ളിക്കാരൻ ചെയ്ത പുള്ളിക്കാരൻ നല്ലത്. അത്രേ ഉള്ളൂ. ഈ ബോച്ചേച്ചേന്റെ അടുത്ത് ഒരു ആങ്കർ കൊടുത്തൊരു ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞത്. അല്ലാണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായത്തിൽ പറഞ്ഞതല്ല അണിച്ചേച്ചിനെ കുറിച്ച്. ആങ്കർ കൊടുത്തിട്ട് അവർ ഒരാൾ എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയുന്നത് നമ്മളാ. നമുക്ക് തീരുമാനിക്കാം എന്ത് ഉത്തരം പറയണം. ചോദിക്കുന്ന അവരുടെ മാന്യത, ഉത്തരം പറയുന്നത് നമ്മുടെ മാന്യത.